പുഷ് പുൾ ലെഗ്സ്. അപ്പോൾ എങ്ങനെയാണ് പുഷ് പുൾ ലെഗ്സ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നല്ല ഈ വീഡിയോ. ഈ പുഷ് പുൾ ലെഗ്സ് എന്ന ഈ വർക്കൗട്ട് സ്പ്ലിറ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻസ് ആണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്തുകൊണ്ട് ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത്. അപ്പോൾ ഈ പുഷ് പുൾ ലെഗ്സ് ഫേമസ് ആയ സമയത്ത് ഒരുവിധപ്പെട്ട യൂട്യൂബേഴ്സൊക്കെ ഇതിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു പ്രൊമോഷനിലാണ് ഞാനും പുഷ് പുൾ ലെഗ്സിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. എല്ലാവരും പറഞ്ഞത് വളരെയധികം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റാണിത്, എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് മസിൽ ഗ്രോത്തിന് ഏറ്റവും ബെറ്റർ എന്നാണ്. അങ്ങനെ ഞാൻ ഏകദേശം 2 വർഷത്തോളം പുഷ് പുൾ ലെഗ്സ് ചെയ്തു. ഇതാണ് എനിക്ക് പറ്റിയത്. അപ്പോൾ നിങ്ങൾ പുഷ് പുൾ ലെഗ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മിസ്റ്റേക്സ് ഒരിക്കലും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പുഷ് പുൾ ലെഗ്സ് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വൺ ഓഫ് ദ മെയിൻ മിസ്റ്റേക്ക്, നിങ്ങൾ 2 തവണ പുഷ് പുൾ ലെഗ്സ് ചെയ്തിട്ട് നിങ്ങളുടെ മസിൽ ഗ്രൂപ്പിനെ ഹിറ്റ് ചെയ്യാതിരിക്കുക എന്നാണ്. അതായത് ആഴ്ചയിൽ 3 തവണ മാത്രം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പുഷ് പുൾ ലെഗ്സിൻ്റെ അത്രയും ബെനിഫിറ്റ്സ് കിട്ടാൻ പോകുന്നില്ല. പുൾ ലെഗ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തന്നെ ഒരു മസിലിനെ നമ്മൾ 2 തവണ ഹിറ്റ് ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്പൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു പുഷ് പുൾ ലെഗ്സ് വർക്കൗട്ടാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മസിൽ ഗ്രൂപ്പിന് 6 മുതൽ 8 സെറ്റ് മാത്രമാണ് മാക്സിമം ആയിട്ട് ഒരു സെഷനിൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും പുഷ് പുൾ ലെഗ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണ ഒരേ ബോഡി പാർട്ടിന് ചെയ്തിരിക്കണം. അതായത് 2 പുഷ് പുൾ ലെഗ്സിൻ്റെ സീരീസ് ആയിട്ട് ചെയ്യണം. പിന്നെ ന്യൂട്രീഷൻ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്രോട്ടീൻ എടുക്കുന്നില്ല, തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളിതിൽ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങളെ മസിൽ ഡ്രൈവേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ഡാമേജ് ആക്കിയിട്ട് അത്രത്തോളം മസിൽ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നതാണ്. ആ ഒരു നിലയിൽ നോക്കുമ്പോൾ നമ്മൾ നല്ല ന്യൂട്രീഷൻ എടുത്തില്ലേ, അതായത് നല്ല പ്രോട്ടീൻ ഗോൾസ് അല്ല പ്രോട്ടീൻ ലെവലിൽ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നമ്മുടെ മസിലിനെ നമ്മൾ പൂർണ്ണമായിട്ട് റിക്കവർ ആകുന്നതിന് മുമ്പ് വീണ്ടും ഹിറ്റ് ചെയ്ത് അതിനെ കൂടുതൽ ഫെറ്റിക് ആക്കുകയാണ്. സോ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാനാണ് ചാൻസ് കൂടുതൽ. സോ നിങ്ങൾ ഡെയിലി ആഡ്വക്കേറ്റ് എമൗണ്ട് പ്രോട്ടീൻ എടുക്കുന്നില്ല, തീർച്ചയായിട്ടും ഈ സ്പ്ലിറ്റ് ഫോളോ ചെയ്യാതെ നോക്കുക, കാരണം നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ പുഷ് പുൾ ലെഗ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു വലിയ പ്രശ്നമാണ് ആംസിൻ്റെ ഗ്രോത്ത്. ഏകദേശം നമുക്കറിയാം 90% ജിമ്മിൽ പോകുന്ന ആൾക്കാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ബോഡി പാർട്ടാണ് അവരുടെ ആംസ്. തീർച്ചയായിട്ടും ആംസ് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോഡി പാർട്ട് തന്നെയാണ്. നമ്മൾ എന്തൊരു ഡ്രസ്സ് ഇട്ടാലും നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആംസ് ആണ്. സോ ഒരു ജിമ്മിൽ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആംസ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പുഷ് പുൾ ലെഗ്സ് ഫോളോ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആംസിൻ്റെ ഗ്രോത്ത് വളരെയധികം കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 90% ആൾക്കാരും ചെയ്യുമ്പം ആംസ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഇതുകൊണ്ട് തന്നെ നമ്മൾ ആംസിനെ കിട്ടേണ്ട അത്ര സ്റ്റിമുലേഷൻ കിട്ടിയെന്ന് വരില്ല. കാരണം പല സ്റ്റഡീസിൽ നമുക്ക് പൂർണ്ണമായിട്ടും അറിയപ്പെട്ട ഒരു കാര്യമാണ്, ലൈക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന എക്സസൈസുകൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ആൻഡ് നമ്മൾ ഓരോ എക്സസൈസ് കഴിഞ്ഞ് പോകും തോറും എക്സസൈസിൻ്റെ ഗുണം കുറയും. സോ അതുകൊണ്ടാണ് നമ്മൾ ഹൈ വോളിയൂമിനെ ഒന്നും പ്രിഫർ ചെയ്യാത്തത്. കാരണം നമ്മളൊരു മാക്സിമം പൊട്ടൻഷ്യൽ കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന വർക്കൗട്ടൊക്കെ അല്ലെ ചെയ്യുന്ന എക്സസൈസ് അതിൻ്റെ സെറ്റ്സൊക്കെ ജങ്ക് വോളിയത്തിലേക്കാണ് പോകുന്നത്. സോ അത് നമുക്ക് അത്ര നല്ലതല്ല. സോ നിങ്ങൾ ആംസിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആം ജെനറ്റിക്സ് ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പുഷ് പുൾ ലെഗ്സ് കൺവെൻഷനലായിട്ട് ചെയ്യാതെ ചെറിയൊരു മോഡിഫിക്കേഷൻ ഇതിൽ വരുത്തുക. അതായത് നമ്മുടെ പുഷ് പുൾ ലെഗ്സ് 3 ഡേ, അതായത് പുഷ് പുൾ ലെഗ് ഇതിൻ്റെ 2 സെറ്റായിട്ടാണല്ലോ ഒരാഴ്ച നമ്മൾ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ആഴ്ച നിങ്ങൾ എന്തായാലും വലിയ മസിൽ, അതായത് ചെസ്റ്റ്, ബാക്ക് ഇതിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് തന്നെ നിങ്ങളുടെ പുഷ് പുൾ വർക്കൗട്ട് ചെയ്യുക. ആൻഡ് അടുത്ത 2ാമത്തെ സെറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഫസ്റ്റ് ആംസിൻ്റെ വർക്കൗട്ട്, അതായത് ബൈസ് ആൻഡ് ട്രൈസ് ആദ്യം ചെയ്തിട്ട് അതിനുശേഷം മാത്രം വലിയ മസിൽ ഗ്രൂപ്പിലേക്ക് പോവുക. നിങ്ങൾക്ക് ബൈസെപ്സിന് അധികം ഫെറ്റിക് ആണെങ്കിൽ കൂടെ ബാക്കിന് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ചിലപ്പോൾ ട്രൈസെപ്സിന് നല്ല രീതിയിൽ ഫെറ്റിക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റിന് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. സോ ഇത് എപ്പോഴും നമ്മുടെ ഈ പുഷ് പുൾ ലെഗ്സിൻ്റെ ഒരു ഡ്രോബാക്കാണ്. എന്നാൽ നമ്മൾ ഈ 2 സെറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രയോറിറ്റി ലിസ്റ്റിൽ പോലെ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ പുഷ് പുൾ ലെഗ്സ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ സജഷൻസ് ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് തന്നെ വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. ഓൾമോസ്റ്റ് ഞാൻ 1 വർഷം 1.5 വർഷം അതായത് 2 വർഷത്തോളമൊക്കെ ചെയ്ത സെയിം മിസ്റ്റേക്കാണ് ഇതൊക്കെ. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യുക.